പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. നമുക്കിന്ന് കണ്ണേട്ടനെക്കുറിച്ച് സംസാരിക്കാം. കണ്ണൻ ആരാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കണ്ണൻ. രാഹുലിന് എന്തുകൊണ്ടും അനുയോജ്യമായ പേര് തന്നെയാണ് കണ്ണൻ. രാഹുലിൻ്റെ വീട്ടിലെ വിളിപ്പേരാണ് കണ്ണൻ എന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് നമ്മുടെ സംയുക്ത വർമ്മ കണ്ണേട്ടാ എന്ന് വിളിച്ച് സുരേഷ് ഗോപിയുടെ ദേഹത്തേക്ക് മഞ്ഞവെള്ളം ഒഴിക്കുന്ന ഒരു സീനുണ്ടല്ലോ, അതാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത്. രാഹുലിന് ഏറ്റവും ഇഷ്ടമുള്ള എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. മറ്റൊന്നുമല്ല, നമ്മുടെ പ്രൊഫൈൽ ചിത്രം പോലും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റേതാണല്ലോ. എല്ലാവരെയും പോലെ എനിക്കും വൈക്കം മുഹമ്മദ് ബഷീറിനെ ഒരുപാട് ഇഷ്ടമാണ്. ബഷീറിൻ്റെ അനുരാഗത്തിൻ്റെ ദിനങ്ങളെക്കുറിച്ച് രാഹുൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു എഴുത്തുകാരൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള കാര്യം എനിക്ക് പെട്ടെന്ന് തന്നെ പിടികിട്ടി. തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണനെയും ക്ലാരയെയും രാധയെയും കുറിച്ച് രാഹുൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, ഒരുപക്ഷെ രാധ എന്ന കഥാപാത്രത്തെക്കുറിച്ച് രാഹുൽ വാ തോരാതെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, ഈ അവിവാഹിതനായ ചെറുപ്പക്കാരൻ രാധയെ പോലെയുള്ളൊരു പ്രണയിനിയെ പ്രതീക്ഷിക്കുന്നതായി നമുക്ക് തോന്നും. പല സിനിമാ പാട്ടുകളും രാഹുൽ പാടുന്നതിന് പകരം പറഞ്ഞപ്പോൾ, നമ്മുടെ മരണമെത്തുന്ന എന്ന് തുടങ്ങുന്ന ഒരു പ്രണയഗാനം രാഹുൽ പറഞ്ഞപ്പോൾ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന തീവ്രമായ പ്രണയത്തിൻ്റെ ഭാവങ്ങളെ രാഹുൽ രസകരമായി വിവരിച്ചപ്പോൾ, ആ ഇൻ്റർവ്യൂ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും രാഹുലിനോട് പ്രണയം തോന്നും, ഉറപ്പാണ്. അയലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി എന്ന് തുടങ്ങുന്ന പ്രണയഗാനം രാഹുൽ പറയുമ്പോൾ, രാഹുലിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു നഷ്ടപ്രണയം ഉള്ളതുപോലെ അത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും തോന്നിയാൽ കുറ്റം പറയാനാവില്ല. രാഹുൽ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ഒരു നേതാവാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നാലും അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവിൻ്റെ ആ ഒരു അറിവെന്ന് പറയുന്നത് അത് വേറെ ലെവലാണ്. അങ്ങനെ അനുഭവങ്ങൾ ഒരുപാടുള്ളൊരു നല്ലൊരു നേതാവാണ് രാഹുൽ. ജയിലിലെ അനുഭവങ്ങളെക്കുറിച്ച് രാഹുൽ പറയുമ്പോൾ, ഒരു കള്ളനെ രാഹുൽ എത്ര മനോഹരമായിട്ടാണ് വായിച്ചെടുത്തതെന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആ ഒരു യുവ നേതാവ് കോൺഗ്രസ്സിന് കിട്ടിയ ഒരു വലിയ മുത്താണെന്ന് നമ്മൾ മനസ്സിൽ അറിയാതെ പറഞ്ഞു പോകും. ഡൽഹിയിലെ ശീലങ്ങളെക്കുറിച്ച് രാഹുൽ പറയുമ്പോൾ, അതിൽ നിരോധിച്ച അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയ ഒരു ശീലമാണ് കോള കുടിക്കുന്ന ശീലമെന്ന് രാഹുൽ തുറന്ന് സമ്മതിക്കുമ്പോൾ, നമ്മളെപ്പോലെയുള്ള ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ചുറ്റും നമ്മൾ പണം കൊടുത്ത് വാങ്ങിക്കുന്ന പാനീയങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം ദോഷകരമാണ് എന്ന കാര്യം. മറ്റാരെയും ഭയപ്പെടാതെ കോള കുടിക്കുന്ന ശീലം ഞാൻ ഉപേക്ഷിച്ചു എന്ന് രാഹുൽ പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നല്ലൊരു നേതാവിനെയാണ് നമുക്കവിടെ തുറന്നു കാണാൻ സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് വാ തോരാതെ ഇനിയും ഒരുപാട് പറഞ്ഞിരുന്നു പോകും. പക്ഷേ വീഡിയോ ലെങ്ത് കൂടിയാൽ നിങ്ങൾക്ക് കേൾക്കാനോ കാണാനോ മടിയായിരിക്കും എന്നതിനാൽ ഞാൻ വീഡിയോ ചുരുക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.